Dear students, sets in the chapter definition of a set, representation of sets, different types of sets തുടങ്ങിയ ടോപ്പിക്കുകളാണ് ഇപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചു കഴിഞ്ഞത്. എങ്കിലിനി അതിൽ അടുത്തൊരു ടോപ്പിക്കിലേക്ക് വരാം. ഓപ്പറേഷൻസ് ഓൺ സെറ്റ്സ്. സെറ്റിലെ 4 ഓപ്പറേഷനുകളെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. ഏതൊക്കെയാണ് ആ 4 ഓപ്പറേഷനുകൾ? യൂണിയൻ ഓഫ് സെറ്റ്സ്, ഇന്റർസെക്ഷൻ ഓഫ് സെറ്റ്സ്, ഡിഫറൻസ് ഓഫ് സെറ്റ്സ്, കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ്. ഇതില് ആദ്യത്തെ 3 കുറിച്ച് നമുക്ക് ഇന്ന് പഠിക്കാം. അതിലെ ഒന്നാമത്തേലേക്ക് യൂണിയൻ ഓഫ് സെറ്റ്സ്. എന്താണ് യൂണിയൻ ഓഫ് സെറ്റ്സ്? ഒരു എക്സാമ്പിളിലൂടെ പറഞ്ഞു തരുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നന്നാവുക. നോക്കൂ, A equal to set 2, 4, 6, 8. B equal to set 6, 8, 10, 12. എങ്കിൽ ഈ 2 സെറ്റുകളുടെ യൂണിയൻ എടുക്കുക എന്ന് പറയുന്നത് അതിനെങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക? A യൂണിയൻ ബി എന്നത് വായിക്കുക. A യൂണിയൻ ബി. എന്താണ് A യൂണിയൻ ബി? എയും ബിയും കൂടെ ചേർത്ത് ഒരു സെറ്റാക്കുക. എയിലുള്ള എല്ലാ എലമെന്റുകളെയും എഴുതുക, അതുപോലെ ബിയിലുള്ള എല്ലാ എലമെന്റുകളെയും എഴുതുക, എന്നിട്ട് അതിനെ ഒരു സെറ്റാക്കുക. അപ്പൊ എ യൂണിയൻ ബി ഈക്വൽ ടു എയിലെ എലമെന്റുകൾ ആദ്യം എഴുതാം 2, 4, 6, 8. ഇനി ബിയിലെ എലമെന്റുകൾ എഴുതാം. ഓൾറെഡി 6ഉം 8ഉം ഇവിടെ ഉണ്ട്, എന്നാൽ ഇനി ബാക്കി എഴുതിയാൽ മതി. ഒരു സെറ്റില് ഒരു എലമെന്റ് ഒരു തവണ എഴുതുള്ളൂ. അപ്പൊ 6ഉം 8ഉം നേരത്തെ അവിടെ ഉള്ളത് കൊണ്ട് ഇനി 10ഉം 12ഉം ആണ് എഴുതാൻ ബാക്കിയുള്ളത്. അങ്ങനെ എയും ബിയും കൂടെ ചേർത്ത് ഒരു സെറ്റാക്കി മാറ്റി എഴുതി. അതാണ് എ യൂണിയൻ ബി എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് എ യൂണിയൻ ബി? യൂണിയൻ ഓഫ് എ ആൻഡ് ബി ഈസ് ദ സെറ്റ് which consists of all the elements in A and all the elements of B. എയിലുള്ളയും ബിയിലുള്ളയും എല്ലാ എലമെന്റുകളെയും ചേർത്ത് ഒരു സെറ്റാക്കി മാറ്റി. ഇത് നമുക്ക് സിംബോളിക് ആയിട്ട് ഇങ്ങനെ എഴുതാം. A union B is equal to set of all x such that x belongs to A or x belongs to B. എന്താ ഈ എഴുതിയതിനർത്ഥം? എ യൂണിയൻ ബിയിലുള്ള എലമെന്റുകൾ ആരാണ്? എല്ലാ എക്സും. ആ എക്സ് ഒന്നുകിൽ എയിലുള്ളതായിരിക്കാം, അല്ലെങ്കിൽ ബിയിലുള്ളതായിരിക്കാം, അല്ലെങ്കിൽ രണ്ടിലും ഉണ്ടാവാം. എന്തായാലും ഒന്നിലെങ്കിലും ഉണ്ടാവും, ഐദർ ഇൻ എ ഓർ ഇൻ ബി. അപ്പോ എ യൂണിയൻ ബിയില് ഏതൊരു എലമെന്റ് എടുത്താലും അത് ഒന്നുകിൽ എയിലുണ്ടാവും അല്ലെങ്കിൽ ബിയിലുണ്ടാവും എന്ന കാര്യം ഉറപ്പാണ്. ഓക്കെ, ഇപ്പൊ ഇവിടെ നമ്മൾ 2 സെറ്റുകളുടെ യൂണിയൻ ആണ് എടുത്തത്. ഇതുപോലെ വേണമെങ്കിൽ നമുക്ക് 3 സെറ്റുകൾ യൂണിയൻ എടുക്കാൻ കഴിയും. ഇപ്പൊ ഇവിടെ സി എന്ന് പറയുന്ന ഒരു സെറ്റ് കൂടെ എഴുതാൻ ഞാൻ സി is equal to 12, 13 എന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എ യൂണിയൻ ബി യൂണിയൻ സി എഴുതുമ്പോൾ എങ്ങനെ എഴുതുക? എയിലുള്ള എല്ലാ എലമെന്റുകളെയും എഴുതാം 2, 4, 6, 8. ബിയിലുള്ള എലമെന്റിനെ കൂടെ അതിലേക്ക് ചേർക്കുക 6, 8, 10, 12. സിയിലുള്ള എലമെന്റ് കൂടെ അതിലേക്ക് ചേർക്കുക 12 കൂടെ ഉണ്ട്, 13 കൂടെ ചേർത്താൽ മതി. ഇതാണ് എ യൂണിയൻ ബി യൂണിയൻ സി. അപ്പൊ യൂണിയൻ എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ആ സെറ്റുകളിലെ എലമെന്റുകളെ ചേർത്ത് ഒരു സിംഗിൾ സെറ്റ് ആക്കിയിട്ട് മാറ്റുക. ഇനി പറയാനുള്ളത്, സെറ്റ്സിനെ നമ്മൾ ഡയഗ്രാം വരച്ച് റെപ്രസെന്റ് ചെയ്യാറ്. അതിന് പറയാനുള്ള പേര് വെൻ ഡയഗ്രാം എന്നാണ്. VENN, വെൻ ഡയഗ്രാം. നമുക്ക് എ യൂണിയൻ ബിയുടെ വെൻ ഡയഗ്രാം എന്ന് വരച്ചു നോക്കാം. വെൻ ഡയഗ്രാം ഓഫ് എ യൂണിയൻ ബി. നമുക്ക് ആദ്യം ഒരു റെക്ടാങ്കിൾ വരയ്ക്കുക. ഈ റെക്ടാങ്കിൾ റെപ്രസെന്റ് ചെയ്യുന്നത് യൂണിവേഴ്സൽ സെറ്റിനെയാണ്. നമുക്കറിയാം എന്താ യൂണിവേഴ്സൽ സെറ്റ്? നമ്മൾ ഇവിടെ പറയുന്ന എല്ലാ സെറ്റുകളുടെയും സൂപ്പർ സെറ്റ്. അപ്പോ എയും ബിയും ഒക്കെ ആ യൂണിവേഴ്സൽ സെറ്റിന്റെ സബ്സെറ്റുകളായിരിക്കും. അപ്പൊ ഇതിന് യൂണിവേഴ്സൽ സെറ്റ് എന്നുള്ള അർത്ഥത്തിൽ ക്യാപിറ്റൽ യു കൊടുക്കുക. ഇവിടെ നമ്മൾ യൂണിവേഴ്സൽ സെറ്റ് പറഞ്ഞിട്ടില്ല, വേണ്ട. എന്നാലും എയും ബിയും ഒക്കെ റെക്ടാങ്കിളിനകത്തായിരിക്കണം, ഒരു യൂണിവേഴ്സൽ സെറ്റിനകത്തായിരിക്കണം. ഇനി ഇതിനകത്ത്
സർക്കിൾ വരയ്ക്കാം. ഇത് എ എന്നുള്ള സെറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. അതുപോലെ ബിക്ക് മറ്റൊരു സർക്കിൾ വരയ്ക്കാം. എയിലുള്ള എല്ലാ എലമെന്റുകളെയും നമുക്ക് എ എന്ന സർക്കിളിനകത്ത് കാണിക്കണം. ബിയിലുള്ള എല്ലാ എലമെന്റുകളെയും നമുക്ക് ബി എന്ന സർക്കിളിനകത്ത് കാണിക്കണം. ഇത് രണ്ടും കൂടെ കൂടിച്ചേരുന്ന ഭാഗമുണ്ട്. അവിടെ എക്കും ബിക്കും കോമൺ ആയിട്ടുള്ള ഭാഗമാണ് വരിക. അപ്പൊ നമുക്ക് എയിൽ ആരൊക്കെയുണ്ട്? 2 4 6 8 2 4 6 8. അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഞാൻ 6 8 ഇവിടെ കൊണ്ട് എഴുതിയത്? ഈ 6 8ഉം എയിലുള്ളത് മാത്രമല്ല ബിയിലും കൂടെ ഉള്ളതാണ്. അപ്പൊ എക്കും ബിക്കും കോമൺ ആയിട്ടുള്ള എലമെന്റുകളാണ് ഇവിടെ വരിക. ഇനി ബിയിൽ ആരൊക്കെയുണ്ട്? 6 8 ഇവിടെ എഴുതി കഴിഞ്ഞു. 10 12. ഇപ്പൊ നമുക്കറിയാം എയിൽ ഏതെല്ലാം എലമെന്റുകൾ ഉണ്ടെന്ന്. എ എന്ന സർക്കിളിനകത്ത് കാണുന്നതൊക്കെ എയിൽ എലമെന്റുകളാണ്. 2 4 6 8. ബി എന്ന സർക്കിളിനകത്ത് കാണുന്നതൊക്കെ ബിയിൽ എലമെന്റുകളാണ്. 6 8 10 12. ഓക്കെ, ഈ 6ഉം 8ഉം എയിലും ഉണ്ട് ബിയിലും ഉണ്ട്. ശരി, എങ്കിൽ എന്താണ് എ യൂണിയൻ ബിയുടെ വെൻഡാഗ്രം? എ യൂണിയൻ ബി, എയും ബിയും കൂടെ ചേർത്തതല്ലേ? അപ്പൊ ആ എയും ബിയും കൂടെ ചേർത്തൊരു ഷെയ്ഡ് ചെയ്യാം. ഇപ്പൊ ഞാൻ ഈ ഷെയ്ഡ് ചെയ്യുന്ന ഭാഗത്ത് ഏതെല്ലാം എലമെന്റുകൾ ഉണ്ടോ അതാണ് എ യൂണിയൻ ബിയിൽ ഉണ്ടാവുക. എയിലുള്ളതും ബിയിലുള്ളതും ചേർത്ത് അങ്ങ് ഷെയ്ഡ് ചെയ്യാം. ഇപ്പൊ ഈ ഷെയ്ഡ് ചെയ്ത ഭാഗത്ത് ആരൊക്കെ ഉണ്ട്? 2 4 6 8 10 12. അതാണ് എ യൂണിയൻ ബി എന്ന് പറയുന്നത്. അപ്പൊ എ യൂണിയൻ ബിയുടെ വെൻ ഡയഗ്രാമാണ് ഈ വരച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി ഇതുപോലെ എല്ലാ ഓപ്പറേഷനും നമ്മൾ വെൻ ഡയഗ്രാം വരക്കും. ഓക്കെ, ഇപ്പൊ നമ്മൾ ഓപ്പറേഷൻസ് ഓൺ സെറ്റ്സിൽ ഒന്നാമത്തെ ഓപ്പറേഷനെ കുറിച്ചാണ് പറഞ്ഞത്. എന്താണത്? യൂണിയൻ ഓഫ് സെറ്റ്സ്. എങ്കിൽ ഇനി രണ്ടാമത്തേലേക്ക് പോകും. രണ്ടാമത്തെ ഓപ്പറേഷന് ഇന്റർസെക്ഷൻ ഓഫ് സെറ്റ്സ്. ഇന്റർസെക്ഷൻ, ആ രണ്ട് സെറ്റുകൾ ഇന്റർസെക്ട് ചെയ്യുന്ന ഭാഗത്ത് എന്തുണ്ട്? അതാണ് ഇന്റർസെക്ഷൻ ഓഫ് സെറ്റ്സ്. നമുക്ക് എക്സാമ്പിളിലൂടെ പറയാം. എ ഈക്വൽ ടു സെറ്റ് 2 4 6 8. ഇതാണ് നമ്മൾ നേരത്തെ എടുത്തത്. ബി ഈക്വൽ ടു സെറ്റ് 6 8 10 12. എങ്കിൽ എ യൂണിയൻ ബി നമുക്കറിയാം എയും ബിയും കൂടെ ചേർത്തൊരു സെറ്റ് ആക്കായിരുന്നു. എന്നാൽ എ ഇന്റർസെക്ഷൻ ബി, ആ യൂണിയനിന്റെ സിമ്പൽ നേരെ മറിച്ചില്ല. എ ഇന്റർസെക്ഷൻ ബി ഇങ്ങനെ എഴുതിയാൽ എ യൂണിയൻ ബി എന്ന് പറയാം. ആ യൂണിയന്റെ സിമ്പിൾ നേരെ തിരിച്ചിട്ട് ആരുടേതായി? ഇന്റർസെക്ഷൻ ആയി. എ ഇന്റർസെക്ഷൻ ബി. നോക്കൂ, എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റുകൾ എഴുതാം. ഇവിടെ എഴുതുന്ന എലമെന്റുകൾ എയിലും ഉണ്ടാവണം ആൻഡ് ബിയിലും ഉണ്ടാവണം. ഇവിടെ ആൻഡ് എന്നുള്ള വാക്ക് പ്രത്യേകം ഓർത്ത് വെക്കുക. എയിൽ ആരൊക്കെയുണ്ട്? 2 4 6 8. ബിയിൽ 6 8 10 12. രണ്ടിലും കോമൺ ആയിട്ടുള്ളത് എന്താണ്? 6 ഉണ്ട് 8 ഉണ്ട്. അതാണ് എ ഇന്റർസെക്ഷൻ ബി. അപ്പോ എ ഇന്റർസെക്ഷൻ ബി is the set of all elements which exist in both A and B. നമ്മൾ ഇവിടെ എഴുതുന്ന എലമെന്റുകൾ എയിലും ഉണ്ടാവണം ബിയിലും ഉണ്ടാവണം. Set of all x such that x belongs to A and x belongs to B. നോക്കൂട്ടില്ല, ഞാൻ ആൻഡ് എന്നുള്ള വാക്ക് പ്രത്യേകം ഓർത്ത് വെക്കാൻ പറഞ്ഞു. യൂണിയൻ എഴുതിയപ്പോൾ അവിടെ ഓർമ്മയായിരുന്നു. എ യൂണിയൻ ബിയിൽ ഒരു എലമെന്റ് എടുത്താൽ അത് ഒന്നുകിൽ എയിൽ ഉണ്ടാവാം അല്ലെങ്കിൽ ബിയിൽ ഉണ്ടാവാം. രണ്ടിലും കൂടെ ഉണ്ടാവണമെന്നില്ല, ഉണ്ടാവാം, ഇല്ലാതിരിക്കാം. ഒന്നിലെങ്കിലും ഉണ്ടാവും. ഐദർ ഇൻ എ ഓർ ഇൻ ബി എന്നാണ് യൂണിയനിൽ പറഞ്ഞത്. എന്നാൽ ഇന്റർസെക്ഷനിൽ ഉണ്ടാവണമെങ്കിൽ ഏതെങ്കിലും ഒന്നിലുണ്ടായാൽ പറ രണ്ടിലും ഉണ്ടാവണം. എയിലും ഉണ്ടാവണം ആൻഡ് ബിയിലും ഉണ്ടാവണം. മനസ്സിലായ കാര്യം? അപ്പൊ ഇതാണ് എ ഇന്റർസെക്ഷൻ. ഇനിയിപ്പോ 3 സെറ്റുകൾ എഴുതിയിട്ട് അതിന്റെ ഇന്റർസെക്ഷൻ എഴുതാൻ പറ്റും. ഞാനിവിടെ സി എന്ന് പറയുന്ന ഒരു സെറ്റും കൂടെ എഴുതാം. സി ഈക്വൽ ടു സെറ്റ് 8 12 30. എന്താണ്
എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി. ഇവിടെ എഴുതേണ്ട എലമെന്റുകൾ എയിലും ഉണ്ടാവണം, ബിയിലും ഉണ്ടാവണം, സിയിലും ഉണ്ടാവണം. ആ 3 സെറ്റിലും കോമൺ ആയിട്ടുള്ളത് മാത്രമേ ഇവിടെ എഴുതാവൂ. നമുക്ക് 2 എയിൽ മാത്രമാണ്, 4 എയിൽ മാത്രമാണ്, 6 എയിലുണ്ട് ബിയിലുണ്ട് പക്ഷെ സിയിലില്ല, 8 എയിലുണ്ട് ബിയിലുണ്ട് സിയിലുണ്ട്. അപ്പൊ 3 സെറ്റിലും കോമൺ ആയിട്ട് ഒരു എലമെന്റേ ഉള്ളൂ, അതാരാണ്? 8. അപ്പൊ എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി ഈസ് ഈക്വൽ ടു സെറ്റ് 8. ഇങ്ങനെ ഇതാണ് ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത്. ഇനി അതിന്റെ വെൻ ഡയഗ്രം ഒന്ന് നോക്കാം. നമുക്ക് ഇതാ, ഞാൻ എ ഇന്റർസെക്ഷൻ ബിയുടെ വെൻ ഡയഗ്രം വരക്കാം. യൂണിവേഴ്സൽ സെറ്റ് ഒരു റെക്ടാങ്കിൾ ആയിട്ട് വരക്കാം. ഇനി എയും ബിയും അതിനകത്ത് സർക്കിൾ വരച്ച് മാർക്ക് ചെയ്യുക. എ ബി എയിലുള്ള എലമെന്റുകൾ 2 4 6 8 2 4 6 8. ബി ഉള്ളത് 6 8 10 12. എങ്കിൽ എ ഇന്റർസെക്ഷൻ ബി ഉള്ളത് ആരാ? 6 8. ഈ കോമൺ ആയ ഭാഗത്ത്, ആ കോമൺ ആയ ഭാഗം ഞാനൊന്ന് ഷെയ്ഡ് ചെയ്യാം. ഞാൻ ഈ ഷെയ്ഡ് ചെയ്ത ഭാഗത്ത് എന്താണുള്ളത് അതാണ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത്. അപ്പോൾ എ യൂണിയൻ ബി ആയപ്പോൾ നമ്മൾ എയും ബിയും കൂടെ മുഴുവൻ ഷെയ്ഡ് ചെയ്തിരുന്നു. എന്നാൽ എ ഇന്റർസെക്ഷൻ ബി ആകുമ്പോൾ കോമൺ ആയ ഭാഗം മാത്രം ഷെയ്ഡ് ചെയ്യാം. ഇതാണ് എ ഇന്റർസെക്ഷൻ ബിയുടെ വെൻ ഡയഗ്രം. ഓക്കെ, അപ്പൊ എന്താണ് ഇന്റർസെക്ഷൻ എന്ന് മനസ്സിലായല്ലോ? കോമൺ ആയ എലമെന്റുകൾ മാത്രം എടുത്ത് എഴുതി ഒരു സെറ്റ് ആക്കിയാൽ അതിന് പറയുന്ന പേരാണ് ഇന്റർസെക്ഷൻ ഓഫ് സെറ്റ്സ്. എങ്കിൽ നമുക്ക് രണ്ടാമത്തെ എക്സാമ്പിൾ പറയാമെന്ന് ശ്രദ്ധിച്ചു. എക്സാമ്പിൾ നമ്പർ 2. എ ഈക്വൽ ടു സെറ്റ് 2 3 4, ബി ഈക്വൽ ടു സെറ്റ് 5 6 8. വാട്ട് ഈസ് എ ഇന്റർസെക്ഷൻ ബി? എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റുകൾ പറ. എയിലും ബിയിലും കോമൺ ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് നൾ സെറ്റ് ആണ്. ഇങ്ങനെ കോമൺ ആയിട്ട് എലമെന്റുകൾ ഇല്ലെങ്കിൽ എ ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു നൾ സെറ്റ് വന്നാൽ then A and B are called disjoint sets. തമ്മിൽ യാതൊരു ജോയിന്റും ഇല്ല. എവിടെ ജോയിന്റ് ഇല്ലാത്തത്? അതിന്റെ വെൻ ഡയഗ്രം വരക്കും. അപ്പൊ ഡിസ്ജോയിന്റ് സെറ്റ്സ് എന്ന് പറയണമെങ്കിൽ കോമൺ ആയിട്ട് ആരുണ്ടാവരുത്, അഥവാ ഇന്റർസെക്ഷൻ നൾ സെറ്റ് ആവണം. നമുക്ക് ഇവിടെ ഈ ഇന്റർസെക്ഷന്റെ വെൻ ഡയഗ്രം ഒന്ന് വരച്ചു നോക്കാം. ഇന്റർസെക്ഷൻ യൂണിവേഴ്സൽ സെറ്റ്, സെറ്റ് എ സെറ്റ് ബി. നമുക്ക് ഇവിടെ ഞാൻ എയും ബിയും വരച്ചപ്പോൾ തമ്മിൽ യാതൊരു ജോയിന്റും ഇല്ല, കാരണം കോമൺ ആയിട്ട് എലമെന്റുകളൊന്നും ഇല്ല. അതുകൊണ്ടാണ്. ആരൊക്കെയാ എയിലുള്ളത്? 2 3 4. ആരൊക്കെയാണ് ബിയിലുള്ളത്? 5 6 8. എയിലും ബിയിലും കോമൺ ആയിട്ട് ആരുമില്ല എന്ന് വെച്ചാൽ ഇവിടെ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എന്താണ്? നൾ സെറ്റ് ആണ്. ഇങ്ങനെ ഇന്റർസെക്ഷൻ നൾ സെറ്റ് വരുമ്പോൾ ആ സെറ്റുകൾ എന്താണെന്ന് പറയൂ? ഡിസ്ജോയിന്റ് സെറ്റ്സ് ആണെന്ന് പറയും. ഓക്കെ, അക്കാര്യം മനസ്സിലാക്കി വെച്ചു. അപ്പൊ 2 ഓപ്പറേഷനുകളെ കുറിച്ചാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഒന്ന് യൂണിയൻ, രണ്ടാമത്തത് ഇന്റർസെക്ഷൻ. എങ്കിൽ ഇനി മൂന്നാമത്തെ ഓപ്പറേഷനിലേക്ക് വരാം. തേർഡ് ഓപ്പറേഷൻ, ഡിഫറൻസ് ഓഫ് സെറ്റ്സ്. ഡിഫറൻസ് ഓഫ് സെറ്റ്സ്. എന്താണ് ഡിഫറൻസ് ഓഫ് സെറ്റ്സ്? നമുക്ക് നേരത്തെ എടുത്ത എക്സാമ്പിൾ എടുക്കാം. എ ഈക്വൽ ടു 2 4 6 8, ബി ഈക്വൽ ടു സെറ്റ് 6 8 10 12. എങ്കിലേ എ മൈനസ് ബി എന്താണ്? എ മൈനസ് ബി, അതാണ് ഡിഫറൻസ് ഓഫ് എ ആൻഡ് ബി.
എന്താണ് എ മൈനസ് ബി എന്ന് പറയുന്നത്? സെറ്റ് ഓഫ് ഓൾ എലമെന്റ്സ് വിച്ച് ബിലോങ് ടു എ ബട്ട് ഡസ് നോട്ട് ബിലോങ് ടു ബി. ആ എ മൈനസ് ബിയിലുള്ള എലമെന്റുകൾ എയിലുള്ളതും ബിയിൽ ഇല്ലാത്തതുമായിരിക്കണം. എയിൽ ഉണ്ടാവണം, ബിയിൽ ഉണ്ടാവരുത്. എന്ന് വെച്ചാൽ എയിൽ മാത്രമുള്ളത്. അങ്ങനെയുള്ള എലമെന്റുകളൊന്ന് പറഞ്ഞു. 2 എയിലുണ്ട്, ബിയിലില്ല. 4 എയിലുണ്ട്, ബിയിലില്ല. 6ഉം 8ഉം എയിലും ബിയിലും ഉണ്ട്. അപ്പൊ എയിൽ മാത്രമുള്ള എലമെന്റുകൾ എടുത്തെഴുതി. ഇതാണ് എ മൈനസ് ബി എന്ന് പറയുന്നത്. അവിടെ കുട്ടികളെ മറ്റൊരു കാര്യം മനസ്സിലാക്കാനുണ്ട്. ഇതുപോലെ നമുക്ക് ബി മൈനസ് എ പറയാൻ പറ്റും. ബി മൈനസ് എ. എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എയിലുള്ളതും ബിയിൽ ഇല്ലാത്തതും അഥവാ എയിൽ മാത്രമുള്ളതാണെങ്കിൽ, ബി മൈനസ് എ എന്ന് പറയുന്നത് ബിയിലുള്ളതും എയിൽ ഇല്ലാത്തതുമായ എലമെന്റുകൾ എന്ന് വെച്ചാൽ ബിയിൽ മാത്രമുള്ള എലമെന്റുകൾ. നോക്ക് ആരൊക്കെയാ ബിയിൽ മാത്രമുള്ള എലമെന്റുകൾ? 10ഉം 12ഉം. അപ്പൊ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക, എ മൈനസ് ബി എന്ന് പറയുന്നതും ബി മൈനസ് എ എന്ന് പറയുന്നതും ഒന്നല്ല കേട്ടോ. എ മൈനസ് ബി എന്ന് പറയുന്നത് എയിൽ മാത്രമുള്ള എലമെന്റുകളുടെ സെറ്റ്, ബി മൈനസ് എ എന്ന് പറയുമ്പോൾ ബിയിൽ മാത്രമുള്ള എലമെന്റുകളുടെ സെറ്റ്. ഇതിന്റെ വെൻ ഡയഗ്രം ഒന്ന് വരച്ച് കാണിച്ചു തന്നാലോ? അപ്പൊ നോക്ക്, ഇതിന്റെ ഡെഫിനിഷൻ ഒരിക്കൽ കൂടെ ഒന്ന് സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതി കാണിച്ചു തരാം. എ മൈനസ് ബി ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് x belongs to A and x does not belongs to B. എയിൽ ഉണ്ടാവണം, ബിയിൽ ഉണ്ടാവരുത്. അപ്പൊ ബി മൈനസ് എ എന്ന് പറയുന്നത് എന്തായിരിക്കും? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ബി, ബിയിൽ ഉണ്ടാവണം, ആൻഡ് എക്സ് ഡസ് നോട്ട് ബിലോങ്സ് ടു എ, എയിൽ ഉണ്ടാവരുത്. ഓക്കെ, ഇതാണ് ഡിഫറൻസ് ഓഫ് സെറ്റ്സ്. അതിന്റെ വെൻ ഡയഗ്രം കൂടെ വരച്ച് കാണിച്ചു തരാം. നോക്കിക്കോ. ആദ്യം എ മൈനസ് ബിയുടെ വെൻ ഡയഗ്രം. റെക്റ്റാങ്കിൾ വരയ്ക്കാം. അതാണ് നമ്മളുടെ യൂണിവേഴ്സൽ സെറ്റ്. അതിനകത്ത് എയും ബിയും വരയ്ക്കാം. സെറ്റ് എ, സെറ്റ് ബി. എയിലുള്ള എലമെന്റുകൾ 2, 4, 6, 8. സെറ്റ് ബിയിലുള്ളത് 6, 8, 10, 12. എങ്കിൽ എന്താണ് എ മൈനസ് ബി? എയിലുള്ളത് മാത്രം ഷെയ്ഡ് ചെയ്യുക എന്ന് വെച്ചാൽ ഇതാ ഈ ഷെയ്ഡ് ചെയ്യുന്ന ഭാഗത്ത് എന്താണുള്ളത് അതായിരിക്കും. ഞാൻ ഈ ഷെയ്ഡ് ചെയ്ത ഭാഗത്ത് എന്തുണ്ടെങ്കിലും അത് എക്ക് മാത്രമുള്ളതാണ്. അങ്ങനെ എയിൽ മാത്രമുള്ളത് ബിയിൽ ഇല്ലാത്തത് അതാണ് എ മൈനസ് ബി. എങ്കിൽ നമുക്ക് ബി മൈനസ് എയുടെ വെൻ ഡയഗ്രം ഇതുപോലെ ഒന്ന് വരച്ചു നോക്കാം. യൂണിവേഴ്സൽ സെറ്റ്, സെറ്റ് എ, സെറ്റ് ബി, 2, 4, 6, 8. ബിയിൽ 6, 8, 10, 12. ബി മൈനസ് എയുടെ വെൻ ഡയഗ്രം. ബിയിൽ മാത്രമുള്ള ഭാഗം ഷെയ്ഡ് ചെയ്യാം. ഇതാ ഈ ഷെയ്ഡ് ചെയ്യുന്ന ഭാഗത്ത് എന്താണോ ഉള്ളത് അവിടെ ആരൊക്കെയാണുള്ളത്? 10 ഉണ്ട്, 12 ഉണ്ട്. അപ്പൊ ഇതാണ് എ മൈനസ് ബിയുടെ വെൻ ഡയഗ്രം. ഇത് ബി മൈനസ് എയുടെ വെൻ ഡയഗ്രം. ഈ വെൻ ഡയഗ്രം നന്നായിട്ട് മനസ്സിലാക്കിക്കോ. പ്രോബ്ലം ചെയ്യുമ്പോൾ പലപ്പോഴും നമുക്കത് വലിയ ഗുണം ചെയ്യും. മാത്രമല്ല വെൻ ഡയഗ്രം വരക്കാൻ പലപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോ ഡിഫറൻസ് ഓഫ് സെറ്റ്സ് എന്നുള്ള മൂന്നാമത്തെ ഓപ്പറേഷനും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പൊ 3 ഓപ്പറേഷനുകൾ ഏതൊക്കെയാണ്? യൂണിയൻ, ഇന്റർസെക്ഷൻ, ഡിഫറൻസ്. ഇനി 4ാമത്തെ ഓപ്പറേഷൻ ഉണ്ട്, കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. നമുക്ക് ഇന്ന് ഈ പഠിച്ച 3 ഓപ്പറേഷനെ ബേസ് ചെയ്ത് നന്നായിട്ടൊന്ന് പ്രോബ്ലം ചെയ്ത് പഠിക്കാം. ഇഫ് എ ഈക്വൽ ടു സെറ്റ് 3, 5, 7, 9, 11. B equal to set 7, 9, 11, 13. C equal to set 11, 13, 15. എങ്ങനെ ചോദ്യം ഇതാണ്. ഫൈൻഡ് എ യൂണിയൻ ബി. സെക്കൻഡ് വൺ എ ഇന്റർസെക്ഷൻ ബി.
തേർഡ് വൺ എ യൂണിയൻ ബി യൂണിയൻ സി. ഫോർത്ത് വൺ എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി. അഞ്ചാമത്തത് എ യൂണിയൻ ഓഫ് ബി ഇന്റർസെക്ഷൻ സി. ആറാമത്തത് എ ഇന്റർസെക്ഷൻ ഓഫ് ബി യൂണിയൻ സി. 7 എ മൈനസ് ബി. എട്ടാമത്തതായിട്ട് ബി മൈനസ് സി. അപ്പൊ ഇതിനകത്ത് യൂണിയനും ഇന്റർസെക്ഷനും ഡിഫറൻസും എല്ലാം വന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ നന്നായിട്ട് നോക്കിക്കോ. 3 സെറ്റുകൾ തന്നിട്ടുണ്ട്, എയും ബിയും സിയും. അതിൽ ഒന്നാമത്തേലേക്ക് എ യൂണിയൻ ബി കാണണം. ആൻസർ ചെയ്യാൻ പോവാണ്. എ യൂണിയൻ ബി. എയും ബിയും കൂടെ ചേർത്ത് ഒരു സെറ്റാക്കുക. എയിലെ എലമെന്റുകൾ എഴുതുക. 3, 5, 7, 9, 11. ബിയിലുള്ള എലമെന്റുകൾ എഴുതുക. 7, 9, 11, 13. ഇതാണ് എ യൂണിയൻ ബി. ക്ലിയർ അല്ലേ? ശരി. എങ്കിൽ രണ്ടാമത് എ ഇന്റർസെക്ഷൻ ബി. എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റുകൾ മാത്രം എഴുതുക. ഇന്റർസെക്ഷൻ എയിലും ബിയിലും കോമൺ ആയിട്ട് ആരാളുള്ളത് നോക്ക്. 7, 9, 11. അതാണ് എ ഇന്റർസെക്ഷൻ ബി. ഇനി മൂന്നാമത് എ യൂണിയൻ ബി യൂണിയൻ സി. എയും ബിയും സിയും കൂടെ ചേർത്ത് ഒരു സെറ്റ് ആക്കാൻ. എയും ബിയും കൂടെ ചേർത്ത് ഇവിടെ ഉണ്ട്. ഏതൊക്കെയാണ് അതിലുള്ളത്? 3, 5, 7, 9, 11, 13. സിയിലുള്ള എലമെന്റ് കൂടെ അതിലേക്ക് ചേർക്കണം. 11, 13 ഓൾറെഡി എഴുതിയിട്ടുണ്ട്. 15 കൂടെ. അപ്പൊ എയും ബിയും സിയും കൂടെ ചേർത്ത് ഒരു സെറ്റ് ആക്കി. അതാണ് എ യൂണിയൻ ബി യൂണിയൻ സി. എന്നാൽ നാലാമത്തത് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി. എ ഇന്റർസെക്ഷൻ ബി എന്നാൽ എയിലും ബിയിലും കോമൺ ആയിട്ടുള്ളത്. അപ്പൊ എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി എന്ന് വെച്ചാൽ എയിലും ബിയിലും സിയിലും കോമൺ ആയിട്ടുള്ളത്. ഈ 3 സെറ്റുകൾ നോക്കിയിട്ട് 3ലും കോമൺ ആയിട്ടുള്ളത് ആരാണെന്ന് കണ്ടെത്തുക. 3 എയിൽ മാത്രമേ ഉള്ളൂ. 5 എയിൽ മാത്രം. 7 എയിലുണ്ട് ബിയിലുണ്ട് സിയിലില്ല. 9 അതുപോലെ തന്നെ എയിലും ബിയിലുണ്ട് സിയിലില്ല. 11 എയിലുണ്ട് ബിയിലുണ്ട് സിയിലുണ്ട്. അപ്പോ ഒരേ നമ്പർ കിട്ടി. ഇനി ഇതിനകത്ത് കോമൺ ആയിട്ട് എടുക്കാൻ പറഞ്ഞ് നോക്കാമല്ലോ. അപ്പൊ 3ലും കൂടെ കോമൺ ആയിട്ട് ആര് മാത്രമേ ഉള്ളൂ? 11 മാത്രം. അപ്പൊ എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി ഈസ് ഈക്വൽ ടു സെറ്റ് 11. ഇതിലൊരു സംശയമില്ലല്ലോ. ക്ലിയർ അല്ലേ കാര്യങ്ങൾ? ഞാനിത് വായിക്കാണ്. ഇതുപോലെ ഇനി ബാക്കി 4 എന്താണ്? അഞ്ചാമത്തത് എ യൂണിയൻ ഓഫ് ബി ഇന്റർസെക്ഷൻ സി. ഇവിടെ നോക്ക്, ബി ഇന്റർസെക്ഷൻ സി ഒരു ബ്രാക്കറ്റിനകത്താണ്. അപ്പൊ അങ്ങനെ ഒരു ബ്രാക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം ആ ബ്രാക്കറ്റിനകത്തുള്ളതാ ചെയ്യേണ്ടത്. ബി ഇന്റർസെക്ഷൻ സി കാണണം, എന്നിട്ട് എയുമായിട്ട് അതിനെ യൂണിയൻ എടുക്കണം. അഥവാ ഇങ്ങനെ എ എഴുതി എ ഈക്വൽ ടു സെറ്റ് 3, 5, 7, 9, 11. ഇനി ബി ഇന്റർസെക്ഷൻ സി എടുക്കണം. ബി ഇന്റർസെക്ഷൻ സി. ബിയിലും സിയിലും കോമൺ ആയിട്ടുള്ളത് ആരൊക്കെയാണ്? 11, 13. അപ്പൊ എ എഴുതി, ബി ഇന്റർസെക്ഷൻ സി എഴുതി. ഇനി അത് രണ്ടും തമ്മിൽ നമ്മൾ എന്തെടുക്കണം? യൂണിയൻ എടുക്കണം. എ യൂണിയൻ ഓഫ് ബി ഇന്റർസെക്ഷൻ സി. ഇത് രണ്ടും കൂടെ ചേർക്കാൻ, യൂണിയൻ എടുക്കാൻ. അപ്പൊ എയിലുള്ള എലമെന്റുകൾ എഴുതുക, ബി ഇന്റർസെക്ഷൻ സിയിലുള്ള അതിലേക്ക് ചേർക്കുക. 11 ഇവിടെ ഉണ്ട്, 13 കൂടെ ചേർത്താം. ഇതാണ് എ യൂണിയൻ ഓഫ് ബി ഇന്റർസെക്ഷൻ സി. എങ്കിലും മക്കൾ പറ, എങ്ങനെ എ ഇന്റർസെക്ഷൻ ഓഫ് ബി യൂണിയൻ സി കാണും? ഇതുപോലെ തന്നെ എ എഴുതണം. 3, 5, 7, 9, 11. പിന്നെ ഈ ബ്രാക്കറ്റിനകത്തുള്ള എന്താ?
ബി യൂണിയൻ സി അത് കാണാം. ബിയും സിയും കൂടെ ചേർത്ത് യൂണിയൻ എടുക്കുക. 7, 9, 11, 13, 15 അതാണ് ബി യൂണിയൻ സി. അപ്പൊ എ എഴുതി, ബി യൂണിയൻ സി എഴുതി. ഇനി അത് രണ്ടും തമ്മിൽ എന്തെടുക്കാനാ പറഞ്ഞത്? ഇന്റർസെക്ഷൻ. എ ഇന്റർസെക്ഷൻ ഓഫ് ബി യൂണിയൻ സി. ഇത് എ ആണ്, ഇത് ബി യൂണിയൻ സി ആണ്. അത് രണ്ടും തമ്മിൽ ഇന്റർസെക്ഷൻ എടുക്കാൻ, അത് രണ്ടിലും കോമൺ ആയിട്ടുള്ളത് എഴുതാൻ. ഈ എഴുതിയ രണ്ട് സെറ്റിലും കോമൺ ആയിട്ട് ആരൊക്കെ കാണുന്നുണ്ട് നിങ്ങൾ? 7, 9, 11 രണ്ടിലും കോമൺ ആണ്. അതാണ് എ ഇന്റർസെക്ഷൻ ഓഫ് ബി യൂണിയൻ സി എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ഇതൊന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കിക്കൊള്ളണം. എങ്ങനെയാണ് എ യൂണിയൻ ഓഫ് ബി ഇന്റർസെക്ഷൻ സി കാണുക? എ എഴുതണം, ബി ഇന്റർസെക്ഷൻ സി എഴുതണം, അത് രണ്ടും തമ്മിൽ ചേർത്ത് യൂണിയൻ എടുക്കണം. എ ഇന്റർസെക്ഷൻ ഓഫ് ബി യൂണിയൻ സി കാണാൻ എ എഴുതണം, ബി യൂണിയൻ സി എഴുതണം, അത് രണ്ടും ഇന്റർസെക്ഷൻ എടുക്കുക, അത് രണ്ടിലും കോമൺ ആയിട്ടുള്ളത് എഴുതുക. ക്ലിയർ അല്ലേ കാര്യങ്ങൾ? ഇനി രണ്ടെണ്ണം കൂടെ ബാക്കിയുണ്ട് അല്ലേ? വളരെ എളുപ്പമുള്ളതാണ്. എ മൈനസ് ബിയും ബി മൈനസ് സി. ഏഴാമത് എ മൈനസ് ബി. എയിൽ ഉണ്ടാവണം, ബിയിൽ ഉണ്ടാവരുത്. എയിൽ മാത്രമുള്ളത്. അവിടെ ബി സിനെ കുറിച്ച് നോക്കണ്ട. ഇവിടെ എയും ബിയും എഴുതിയിട്ടുണ്ട്. എയിൽ ഉണ്ടാവണം, ബിയിൽ ഉണ്ടാവരുത്. അങ്ങനെയുള്ള എലമെന്റുകൾ 3ഉം 5ഉം എയിൽ മാത്രമുള്ളതാണ്. ഇതാണ് എ മൈനസ് ബി. എട്ടാമത് ബി മൈനസ് സി. ബിയിൽ ഉണ്ടാവണം, സിയിൽ ഉണ്ടാവരുത്. അങ്ങനെയുള്ള എലമെന്റുകൾ മാത്രം എടുത്തെഴുതുക. 7, 9 ബിയിലുണ്ട്, അത് സിയിലില്ല. ക്ലിയർ കാര്യങ്ങൾ? ഇനി ഇതുപോലെ നിങ്ങൾക്ക് ഞാനൊരു അസൈൻമെന്റ് പ്രിന്റഡ് PDF നോട്ടിലുണ്ട്. ഇതുപോലെ നിങ്ങളത് ചെയ്തു നോക്കണം. അപ്പൊ നമ്മൾ ഇന്ന് 3 ഓപ്പറേഷനുകളെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞു. 2 സെറ്റുകളെ കൂട്ടിച്ചേർത്ത് യൂണിയൻ എടുക്കുന്നത്, 2 സെറ്റുകളിൽ കോമൺ ആയിട്ടുള്ള എലമെന്റുകൾ എടുത്ത് ഇന്റർസെക്ഷൻ എടുക്കുന്നത്, അതുപോലെ തന്നെ ഡിഫറൻസ് ഓഫ് സെറ്റ്സ്, അത് എ മൈനസ് ബി ഉണ്ട്, ബി മൈനസ് എ ഉണ്ട്. ഇനി ഈ പറയുന്ന ഓപ്പറേഷനുകൾക്കെല്ലാം ഇനിയും കുറെ പ്രത്യേകതകളുണ്ട്. അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അതോടൊപ്പം തന്നെ 4ാമത്തെ ഓപ്പറേഷനോട് ബാക്കി നിൽക്കുന്നുണ്ട്, കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ്. അതും അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, താങ്ക് യു.